Hi everyone, once again I welcome all of you to the session. Learn English through newspaper എന്ന് പറയുന്ന ഈ സീരീസിലെ 27ാമത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. ഓക്കെ, എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 27ാമത്തെ ദിവസത്തെ ന്യൂസിലേക്ക് നമ്മൾ കിടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടെന്ന് ഉദ്ദേശിച്ചത് കൂടുതൽ വൊക്കാബുലറികൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു ന്യൂസ് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരു കൊച്ചു വാർത്തയാണ്, ചെറിയ വാർത്തയാണ്, എന്നാൽ പ്രധാനപ്പെട്ട കുറേയേറെ വൊക്കാബുലറികൾ നമുക്കവിടെ പഠിക്കാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം വാർത്തയിലേക്ക് കിടക്കാം. വാർത്ത വായിച്ചു നോക്കാം. മിസ്ക്രിയൻസ് ഫയേഴ്സ് ഗൺ ഷോട്ട്സ് നിയർ ഹോട്ടൽ ഡിമാൻഡ്സ് 1 crore. ഇതാണ് നമ്മുടെ ഇന്നത്തെ വാർത്ത. അതിൽ നമുക്ക് നല്ലൊരു വൊക്കാബുലറി ഇവിടെ കിട്ടി. മിസ്ക്രിയൻറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മിസ്ക്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ്ക്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, തെമ്മാടി അല്ലേ, അല്ലെങ്കിൽ സാമൂഹിക വിരോധിയായിട്ടുള്ള സാമൂഹിക വിരുദ്ധൻ എന്നാണ് മിസ്ക്രിയൻ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. മിസ്ക്രിയൻ്റ് ഫയേഴ്സ് ഗൺ ഷോട്ട്സ് നിയർ ഹോട്ടൽ. ഒരു ഹോട്ടലിനടുത്ത് മിസ്ക്രിയൻ്റ് എന്ത് ചെയ്തു? ഗൺ ഷോട്ട്സ് അല്ലേ, ഫയേഴ്സ് ഗൺ ഷോട്ട്സ്, വെടിവെപ്പ് നടത്തി. ഓക്കെ, വെടിവെപ്പ് നടത്തി. ആര്? മിസ്ക്രിയൻ്റ്. അപ്പോൾ മിസ്ക്രിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസന്മാർഗിയായിട്ടുള്ള ആൾ, അല്ലെങ്കിൽ സാമൂഹിക വിരുദ്ധനായിട്ടുള്ള ആൾ, ദുർമാർഗി, അധമൻ, ദ്രോഹി, സാമൂഹിക ദ്രോഹി എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. നിയർ ഹോട്ടൽ, ഒരു ഹോട്ടലിൻ്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. ഡിമാൻഡ്സ്, അവരാവശ്യപ്പെട്ടു 1 crore, 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു സാമൂഹ്യ ദ്രോഹിയായ, ഒരു അധമനായ, ഒരു ദുർമാർഗിയായ വ്യക്തി ഒരു ഹോട്ടലിൻ്റെ അടുത്ത് വെടിവെപ്പ് നടത്തുകയും 1 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. നമുക്ക് വാർത്തയിലേക്ക് പോകാം. സോലാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് നടക്കുന്നത്. സെപ്റ്റംബർ 8-ാം തീയതിയാണ്. എ മിസ്ക്രിയൻറ്റ് ഫയർഡ് മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്സ് ഔട്ട്സൈഡ് എ ഹോട്ടൽ നിയർ ബാദി ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ ആൻഡ് sought as 1 crore ransom on Wednesday night. എ മിസ്ക്രിയൻറ്റ്, ഒരു ദുർമാർഗി, ഒരു സാമൂഹ്യ വിരുദ്ധൻ. എന്താണ് മിസ്ക്രിയൻ്റ്? സാമൂഹ്യ വിരുദ്ധൻ. ഫയേർഡ്, വെടിവെച്ചു. മൾട്ടിപ്പിൾ ഗൺ ഷോട്ട്സ്, പലതവണ വെടിവെച്ചു. ഔട്ട്സൈഡ് എ ഹോട്ടൽ, ഒരു ഹോട്ടലിൻ്റെ പുറത്ത്. നിയർ ദ ബാദി ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ, ബാദി എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ, അന്തർ സംസ്ഥാന ബാരിയർ. ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല അർത്ഥമുണ്ട്, തടസ്സം എന്നൊക്കെ അർത്ഥമുണ്ട്. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. sought as 1 crore ransom. ഈ ഇൻ്റർസ്റ്റേറ്റ് ബാരിയറിൽ നമ്മുടെ ഈ ചെക്ക് പോസ്റ്റ് പോലുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, 2 സംസ്ഥാനങ്ങൾ തമ്മിൽ ചേരുന്ന ഇടം, അതിനാണ് നമ്മൾ ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ എന്ന് പറയുന്നത്. ഓക്കെ, അന്തർ സംസ്ഥാന ബോർഡർ, പരിധി, അന്തർ സംസ്ഥാന പരിധി. ഓക്കെ, ഇൻ്റർസ്റ്റേറ്റ് ബാരിയർ. ആൻഡ് സോട്ട് വൺസ് സീക്കിൻ്റെ പാസ്റ്റാണ്. 1 കോടി രൂപ എന്തായിട്ടാണ് അവർ ആവശ്യപ്പെട്ടത്? റാൻസമായിട്ട്. റാൻസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കൃത്യമായിട്ട് മലയാളം പറയാൻ സാധിക്കാം. തടഞ്ഞു വെച്ചിട്ട് ചോദിക്കുന്ന പൈസ ഉണ്ടല്ലോ, പൈസ കിട്ടാൻ വേണ്ടി നമ്മൾ തടഞ്ഞു വയ്ക്കുക, കുട്ടികളൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന പരിപാടിയൊക്കെ. മോചനദ്രവ്യം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. മോചനദ്രവ്യം. ആ മോചനദ്രവ്യം, റാൻസം. ഓക്കെ, മോചനദ്രവ്യം. അതിന് മുമ്പോട്ട് പോകാം. അക്കോർഡിംഗ് ടു FIR അനുസരിച്ചിട്ട് എ പേഴ്സൺ എൻറ്റേർഡ് MG റീജൻസി ഹോട്ടൽ. MG റീജൻസി ഹോട്ടലിലേക്ക് ഒരാൾ പ്രവേശിച്ചു. അറൗണ്ട് 12:30 AM, പുലർച്ചെ 12:30 കൂടി, ഓൺ വെനസ്ഡേ, ബുധനാഴ്ച. ആൻഡ് സോട്ട് ഡീറ്റെയിൽസ് ഓഫ് ദ റൂം താരിഫ്. റൂമിൻ്റെ താരിഫ് ഉണ്ടല്ലോ, വില വിവരം. താരിഫ് മീൻസ് വില വിവരം. റൂമിൻ്റെ വില വിവരത്തെക്കുറിച്ച് ചോദിച്ചു. ഹി ദെൻ ലെഫ്റ്റ് ദ ഹോട്ടൽ. എന്നിട്ട് മൂപ്പര് ലീവിൻ്റെ പാസ്റ്റ് ലെഫ്റ്റ്, അവിടെ നിന്ന് പോയി. ഹി റിട്ടേൺഡ് ടു ദ ഹോട്ടൽ ഇൻ എ കാർ. എന്നിട്ട് മൂപ്പര് കാറിൽ വില അന്വേഷിച്ച് പോയിട്ട് പിന്നെ കാറിൽ മൂപ്പര് തിരിച്ചു വന്നു. ആൻഡ് ഹാൻഡഡ് ഓവർ എ പേപ്പർ. ഒരു പേപ്പർ ഹാൻഡ് ഓവർ ചെയ്തു, കൊടുത്തു. ആർക്ക്? സെക്യൂരിറ്റിക്ക്. ടു ദ സെക്യൂരിറ്റി ഗാർഡ് മഹേഷ്. സെക്യൂരിറ്റി ഗാർഡായ മഹേഷിന് കൊടുത്തു. ഹി ഫയേർഡ് 2 ഗൺ ഷോട്ട്സ്. 2 വെടി അദ്ദേഹം വെച്ചു. ഇൻ ടു ദ എയർ, വായുവിലേക്കാണ് വെച്ചത്, ആകാശത്തേക്കാണ് വെച്ചത്. വാണ്ട്, എന്നിട്ട് വാണിംഗ് കൊടുത്തു, മുന്നറിയിപ്പ് കൊടുത്തു. ദ സെക്യൂരിറ്റി ഗാർഡ്. ആരോട്? സെക്യൂരിറ്റി ഗാർഡിന് വാണിംഗ് കൊടുത്തു. എന്താണ്? അതായത് നെക്സ്റ്റ് ടൈം ഹി വുഡ് ഫയർ അറ്റ് ഹിം. ഇനി ഞാൻ നിന്നെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഗാർഡിനെയാണ് എന്ത് ചെയ്യുക? വെടിവെക്കുക. The miscreant asked him to give the paper to the hotel owner.
എന്നിട്ട് പറഞ്ഞു സെക്യൂരിറ്റിക്കാരനോട് ഇദ്ദേഹം കൊടുത്ത ഈ പേപ്പർ ഹോട്ടലിൻ്റെ ഓണർക്ക് കൊണ്ട് കൊടുക്കാൻ. ഹി ഫ്ലഡ് എന്ന് പറഞ്ഞാൽ ഫ്ലീ എന്ന് പറഞ്ഞാൽ കടന്നു കളയുക. ഓക്കെ, ഈ കടന്നു കളയുക എന്നതിൻ്റെ പാസ്റ്റാണ് ഫ്ലഡ്. ആഫ്റ്റർ ഫയറിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് വെടിച്ചു കൊണ്ട് മൂപ്പര് എന്ത് ചെയ്തു? കടന്നു കളഞ്ഞു. കലേഷിൻ്റെ സംശയം എന്താ സർ, ലെഫ്റ്റ് ആൻഡ് വെൻറ്റ് ഡിഫറൻസ് എന്താണ്? വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി, ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതിൻ്റെ പാസ്റ്റ് ആണല്ലോ വെൻറ്റ്. കലേഷ് വെൻറ്റ്, കലേഷ് പോയി. കലേഷ് ലെഫ്റ്റ്, കലേഷ് പോയി. പക്ഷേ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൻ്റെ അർത്ഥം തന്നെയാണ്. പിന്നെ നമ്മൾ മലയാളത്തിൽ പറയില്ലേ പോയി, സ്ഥലം വിട്ടു, അതുപോലെ കലേഷ് ലെഫ്റ്റ് ദ പ്ലേസ്, കലേഷ് ആ സ്ഥലം വിട്ടു. അല്ലെ കലേഷ് ലെഫ്റ്റ് ഫോർ കൊച്ചിൻ, കലേഷ് കൊച്ചിക്ക് വിട്ടു, കൊച്ചിക്ക് പോയി. അപ്പോൾ കലേഷ് വെൻറ്റ് ടു കൊച്ചിൻ, കലേഷ് ലെഫ്റ്റ് ഫോർ കൊച്ചിൻ എന്നും പറയാം. സോ ബോത്ത് ആർ സെയിം ഇൻ ദ സെൻസ്. ഓക്കെ, മീനിങ്ങിൽ രണ്ടും സെയിം ആണ്. ഓക്കെ, പോയി. മലയാളത്തിൽ ഇപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചോദിച്ചാൽ നമ്മൾ പോയി എന്നും വിട്ടു എന്നും പറയുന്ന ഡിഫറൻസ് ഉണ്ടല്ലോ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലഡ് ആഫ്റ്റർ ഫയറിങ് ഇൻ ടു ദ എയർ അഗൈൻ, വീണ്ടും ആകാശത്തേക്ക് വെടിച്ച് മൂപ്പര് ഫ്ലഡ് ചെയ്തു. ഫ്ലഡ്. ഇപ്പോൾ ലെഫ്റ്റ് വെൻറ്റ് ലെഫ്റ്റ് ഫ്ലഡ്, അവിടെ സ്ഥലം വിടുക, കാലിയാവുക, അതാണ് ഫ്ലഡ്. ഓക്കെ, എ ഫ്യൂ മിനിറ്റ്സ് ലേറ്റർ, ഏതാനും മിനിറ്റുകൾക്ക് ശേഷം ഹി കെയിം ബാക്ക് ആൻഡ് ഫയർഡ് സം മോർ ഗൺ ഷോട്ട്സ്, പിന്നെ തിരിച്ചു വന്നിട്ട് പിന്നെയും മൂപ്പര് കുറച്ചുകൂടെ വെടി ഉതിർത്തു. ഇൻ ടു ദ എയർ, ആകാശത്തേക്ക്. ബാദി DSP പ്രിയങ്ക ഗുപ്ത സെറ്റ് FIR ഹാഡ് ബീൻ രജിസ്റ്റേർഡ്. ഇതാരാ പറഞ്ഞത്? അപ്പോൾ അദ്ദേഹം പോയിട്ട് രണ്ടാമതൊന്ന് വെടിവെച്ചു എന്ന് പറഞ്ഞത് ഈ പറഞ്ഞ DSP ആണ്. ഓക്കെ, എ ടീം ഫോറൻസിക് എക്സ്പേർട്സ്, ഫോറൻസിക് എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടീം. ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ശാസ്ത്രീയമായ കുറ്റാന്വേഷണം നടത്തുന്ന വിഭാഗത്തെയാണ് ഫോറൻസിക് എന്ന് പറയുന്നത്. ഫോറൻസിക് എക്സ്പേർട്സ്, ശാസ്ത്രീയമായ കുറ്റാന്വേഷണം നടത്തുന്ന, അതാണ് ഫോറൻസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വിസിറ്റഡ് ദ സൈറ്റ്, ആ സ്ഥലം സന്ദർശിച്ചു. ടു കളക്ട് എവിഡൻസ് അല്ലെ തെളിവുകൾ. എവിഡൻസ് മീൻസ് എന്താ? തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് DGP സഞ്ജയ് കുണ്ടു സെഡ് ഹി വുഡ് സൂൺ വിസിറ്റ് ദ ഏരിയ. DGP സഞ്ജയ് കുണ്ട് എന്താ പറഞ്ഞത്? സെഡ് ഹി വുഡ് സൂൺ വിസിറ്റ് ദ ഏരിയ. അദ്ദേഹം എത്രയും പെട്ടെന്ന് ആ സ്ഥലം സന്ദർശിക്കുമെന്നും പറഞ്ഞു. സന്ദർശിച്ചിട്ടുണ്ടാവും. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും ഐ വിൽ വിസിറ്റ്. അതിപ്പോൾ പറയുമ്പോൾ ഹി വുഡ് വിസിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ന്യൂസ് ഇത്രയേ ഉള്ളൂ. ഒരു ചെറിയ ന്യൂസാണ്. ന്യൂസ് നിങ്ങൾ വായിച്ചു എന്ന് മനസ്സിലാക്കുന്നു. ഈ ന്യൂസിൽ നിന്ന് നമുക്ക് ലഭിച്ച വൊക്കാബുലറികൾ ഏതൊക്കെയാണ് നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് പരിശോധിക്കാം. വളരെ ലളിതമായ കുറച്ച് വൊക്കാബുലറി നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഡിസ്കസ് ചെയ്തു. അതേതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഇന്ന് പഠിച്ച ഒന്നാമത്തെ വേർഡ് മിസ്ക്രിയൻറ്റ്. എ പേഴ്സൺ ഹു ബിഹേവ്സ് ബാഡ്ലി ഓർ ബ്രേക്സ് ദ ലോ, സമ്മൺ ഹു എൻഗേജസ് ഇൻ റോങ് ഡൂയിങ്. എന്താണ് മിസ്ക്രിയൻറ്റ് എന്ന് പറഞ്ഞാൽ? സാമൂഹ്യ ദ്രോഹി, അധമൻ, ദുർമാർഗി. പിന്നെ നമ്മൾ രണ്ടാമതൊരു വേർഡ് പഠിച്ചു, റാൻസം. റാൻസം എന്ന് പറഞ്ഞാൽ എന്താ? മോചനദ്രവ്യമാണ്. എ സം ഓഫ് മണി ഓർ പേയ്മെൻറ്റ് ഡിമാൻഡഡ് ഫോർ ദ എന്താ പറയുക, റിലീസ് ഓഫ് ക്യാപ്റ്റീവ് ഓർ സെക്യൂർ ദി റിട്ടേൺ ഓഫ് സംതിങ് ഓർ സംവൺ. മോചനദ്രവ്യം, ആരെങ്കിലും റിലീസ് ചെയ്യുന്നതിനല്ലേ, മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന തുകയാണ്. ഓക്കെ, അടുത്തത് താരിഫ്. താരിഫ് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആരും ഉണ്ടാവില്ലേ? റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് മെത്തേഡ്, എന്തായിരുന്നു താരിഫ് എന്ന് പറഞ്ഞാൽ? ലിസ്റ്റ് ഓഫ് ദ ഫിക്സഡ് ചാർജസ് മെയ്ഡ് ബൈ ബിസിനസ്. വില വിവരം. ഫോറൻസിക്, റിലേറ്റിംഗ് ടു സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ടു സോൾവ് ക്രൈംസ്. ശാസ്ത്രീയമായ രീതിയിലുള്ള കുറ്റാന്വേഷണത്തെയാണ് ഫോറൻസിക് എന്ന് പറയുക. എവിഡൻസ് പറഞ്ഞാൽ തെളിവ് അല്ലേ, ഫാക്ട്സ് ഓർ ഇൻഫർമേഷൻ ഇൻഡിക്കേറ്റിംഗ് വെദർ സംതിങ് ഇസ് ട്രൂ ഓർ വാലിഡ്. ഈ സെഷനോട് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും മറ്റൊരു ന്യൂസുമായിട്ട് നമ്മൾ അടുത്ത ദിവസം കാണാം. എല്ലാവർക്കും വിഷ് ഓൾ ദി ബെസ്റ്റ്.